ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരുപാട് ലെങ്ത്തായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൾസർ F250 ഈ ഒരു ബൈക്കിൻ്റെ ഒരു 1 ഇയർ ലോങ് ടേം റിവ്യൂ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ വണ്ടി നോക്കുന്നവർക്ക് ജസ്റ്റ് ഈ വണ്ടിയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൊല്ലം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേയൊക്കെ പ്രോസ് ഉണ്ട്, കുറേയൊക്കെ കോൺസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നല്ല കാര്യത്തിൽ നിന്ന് തന്നെ നടക്കാം, പ്രോസ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ പ്രോസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ എഞ്ചിനെ പറ്റി തന്നെ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ സവിശേഷത എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ്. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം വണ്ടിയുടെ ഡിസൈൻ യൂണിക്കാണ്, പക്ഷേ എന്നിരുന്നാലും വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ സവിശേഷത. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. 250cc എഞ്ചിനാണ് വരുന്നത്. ഓയിൽ കൂൾഡ് എഞ്ചിനാണ്, പ്ലസ് എയർ കൂൾഡ് ആണ്. പിന്നെ 220 നമ്മുടെ പഴയ 220യുടെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനും വരുന്നത്. 2 വാൽവ് എഞ്ചിനുള്ളൂ, ട്വിൻ സ്പാർക്കാണ്, DTSA എഞ്ചിൻ തന്നെ. പൾസറിൻ്റെ സിഗ്നേച്ചർ ഒരു എന്താ പറയുക, ഒതൻറ്റിക് പൾസർ എഞ്ചിൻ തന്നെയാണ്. അതായത് ഇതിനകത്ത് ഇനി വേറെ കമ്പനികളുടെ ഒരു കൈകടത്തലൊന്നുമില്ല, ഒരു പ്യുവർ പൾസർ എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ടോർക്ക്, നമുക്ക് അസാധ്യമായ ഒരു ലോ ആൻഡ് ടോർക്കാണ് വണ്ടിക്കകത്ത് കിട്ടുന്നത്. ഒരു സിമിലർ ടു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒക്കെ ഒരു ലോ ആൻഡ് ടോർക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, സോ ഗൈസ്, നമുക്കിതിൻ്റെ എഞ്ചിൻ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിലവിൽ ഈ വണ്ടിയിൽ ടോട്ടൽ ഞാനൊരു ക്ലോസ് ടു 90, മൈ ബ്രദർ ഈസ് ഓൾസോ സിമിലർ, ഒരു 180 kgsനടുത്ത് ഇപ്പോൾ ഈ വണ്ടിയിൽ ഹോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ത്രൂ ഔട്ട് മറക്കരുത്. ഈ വണ്ടിയിൽ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ പ്രാക്ടിക്കൽ എക്സാമ്പിൾസും ഈ ഒരു 180 kilos, അതായത് മീ വിത്ത് പില്ലിയൻ വെയിറ്റും വച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ പുള്ളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര മോശം പുള്ളിങ് അല്ല. 5th ഗിയർ തന്നെയുള്ള വണ്ടിക്ക്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എല്ലാ വണ്ടിയിലും കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രാക്ക് റേസ് നോക്കിയിട്ട് 250cc ട്രാക്ക് നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടെസ്റ്റിലേക്ക് കിടക്കാം. വണ്ടി ഇപ്പോൾ 0-ലാണ്, ഫസ്റ്റ് ഗിയറിലാണ്. ഓക്കെ, ഞാൻ ആക്സിലേറ്ററിൽ കൈ കൊടുക്കാതെ, അതായത് നമ്മുടെ ലോ ആൻഡ് ടോർക്ക് കാണിച്ചു തരുന്ന മെയിനായിട്ടൊരു റീസണാണ്. ആക്സിലേറ്റർ കൈ കൊടുക്കാതെ എൻ്റെ ഈ വണ്ടി നീങ്ങുന്നത് കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദാറ്റ്. 7 kilometers ആണ് ഫസ്റ്റ് ഗിയറിൽ ഐഡിയൽ. അത് 180 kilos, മറക്കണ്ട, 180 kilos. അതിന് ഞാൻ പറയുന്നില്ല, ഓട്ടെ. ഓക്കെ, സെക്കൻഡ് ഗിയറിൽ ഇടാം. വിത്തൗട്ട് ത്രോട്ടിൽ തന്നെയാണ്. തേർഡ് ഗിയർ. റോഡ് ഇൻക്ലൈൻഡ് ഒന്നുമല്ല, ഓൾമോസ്റ്റ് പ്ലെയിൻ റോഡാണ്. അതും കൂടെ കൺസിഡർ ചെയ്യണം. ചെറിയൊരു ഇൻക്ലിനേഷൻ വന്നാൽ ചിലപ്പോൾ ഈ ഒരു പുള്ളിങ് ചിലപ്പോൾ കാണിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. പ്ലെയിൻ റോഡിൽ 4th ഗിയർ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ വണ്ടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 4th ഗിയറിൽ ഇതുപോലെ ആക്സിലേറ്റർ വിട്ടിട്ട് ആക്സിലേറ്ററിൽ കൈ കൊടുക്കാതെ വണ്ടിക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങളുടെ വണ്ടിയുടെ RPM കൂടെ ചെക്ക് ചെയ്യണം. 2000 RPM മുകളിൽ. ഇപ്പോൾ ചെറിയൊരു ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ട്, ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. ആ ഒരു ഇൻക്ലിനേഷൻ ഇപ്പോൾ കയറുന്നുണ്ട്. ചെറിയ രീതിയിൽ എഞ്ചിൻ നോക്കിംഗ് ഉണ്ട്, ഇല്ലയെന്നല്ല. 4th ഗിയറിലാണ് പോകുന്നത് വിത്തൗട്ട് ആക്സിലറേഷൻ. അത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. 5th ഗിയർ. ഓക്കെ, 5th ഗിയറിൽ വണ്ടി 27 kilometers ആണ് വണ്ടിയുടെ ആ ഒരു സ്പീഡ് വരുന്നത്. കണ്ട, 27 എത്തി. 27-28 ആ ഒരു ചെറിയൊരു എഞ്ചിൻ നോക്കിംഗ് ഉണ്ട്, ഇല്ലയെന്നല്ല. ചെറിയ രീതിയിലൊന്ന് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പോക്ക് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ നോക്കിങ് കംപ്ലീറ്റ് റിലീസ് ചെയ്ത എഞ്ചിൻ നോക്കിങ് വിത്ത് 5th ഗിയറിൽ ഈ പില്ലിയണും വെയിറ്റും എല്ലാ കാര്യം വെച്ചിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ആൻഡ് ടോർക്ക് നിങ്ങളുടെ വണ്ടിയിൽ കിട്ടുമോ എന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആക്സിലേറ്റർ നിങ്ങൾക്ക് കേബിൾ നോക്കാം. ഇതൊരു ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഓക്കെ, അതായത് 5th ഗിയറിലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടീനെ ഇങ്ങനെ ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് വണ്ടിയുടെ ലോ ആൻഡ് ടോർക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, ഹൗ കേപ്പബിൾ ദിസ് എൻജിൻ ഈസ്. ഞാൻ വെറുതെ പറയുന്നില്ല ലോ ആൻഡ് ടോർക്ക് എന്ന്. ഇത് വണ്ടിക്ക് പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നൗ ടെസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഫസ്റ്റ് ഗിയറിൽ സാധാരണ ഇതിൽ ഒരു 3000-നടുത്ത് RPM വണ്ടി സാധാരണ എടുക്കുന്നുണ്ടല്ലോ. നമുക്ക് ഡിഫിക്കൽറ്റി ഒന്ന് മാറ്റി പിടിക്കാം. സെക്കൻഡ് ഗിയർ സെയിം, ബാക്കിൽ വിത്ത് പില്ലിയൻ. 3000 താഴെ RPM എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, ഒന്നുകൂടെ മാറ്റി പിടിക്കാം. തേർഡ് ഗിയർ
ഇത് 3000 RPM തന്നെ. അതായത് നമ്മൾ 7000 8000 RPM പുഷ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി തേർഡ് ഗിയറിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ലോ ആൻഡ് ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന മെയിൻ കാരണം അതുകൊണ്ടാണ്. ലോ എൻഡിൽ, അതായത് 2000-3000 RPM ഈ വണ്ടിക്ക് ഈ ഒരു 180 kgs പ്ലസ് വണ്ടിയുടെ ഒരു 170 ക്ലോസ് ടു 160 kgsന് വെയിറ്റും വച്ചുകൊണ്ട്, അതായത് രണ്ടും കൂടെ നോക്കിയാൽ 300+ kgs വരുന്നുണ്ട്. ആ ഒരു kg വച്ചുകൊണ്ട് തേർഡ് ഗിയറിൽ നിന്ന് 3000 RPM മുകളിൽ കയറാതെ വണ്ടി പുഷ് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നത് കാണിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഫോർത്ത് ഗിയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫോർത്ത് ഗിയറിൽ ഇച്ചിരി ഇഷ്യൂസ് ഉണ്ട്, കാരണം ഒന്നുകൂടെ ഒന്ന് ലാഗാവും. ഓക്കെ, ഫോർത്ത് ഗിയറിൽ നിന്ന് ഇതേ പറയുന്ന 2000-3000 താഴെ കിലോമീറ്ററിൽ മാത്രം, അതായത് കിലോമീറ്ററിൽ 3000 താഴെ RPM മാത്രം ഫോർത്ത് ഗിയറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്നാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഈ ഒരു ഫോർത്ത് ഗിയറിൽ ഐഡിയൽ സ്പീഡ് ഞാൻ നേരത്തെ കാണിച്ച് 24 km സ്പീഡ് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി എങ്ങനെ വേണം എടുത്തുകൊണ്ട് പോകാം. കണ്ടാ, കൈ കൊടുത്ത ഫോർത്ത് ഗിയറിൽ നിന്നാണ് ഞാൻ പറഞ്ഞ 32 റേഞ്ച് വരുന്നത് ഫോർത്ത് ഗിയറിൽ നിന്നാണ്. ആ ഒരു റേഞ്ച്, അതായത് നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണ്ട, ഗിയർ തേർഡിക്കോ സെക്കൻഡിക്കോ ഇടണ്ട ആ ഒരു പുഷിങ് കിട്ടാൻ. അതാണ് ആ ഒരു വ്യത്യാസം. ഓക്കെ, നമുക്ക് ഫോർത്ത് ഗിയറിൽ നിന്നോ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ടാൻ പറ്റും. ഇനി ഞാൻ ലാസ്റ്റ് ഫൈനലി ഫിഫ്ത്ത് ഗിയറിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ആ ഒരു ടേണിങ് കൂടെ കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയറിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഹോണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്രകാരമാണ് വണ്ടിയുടെ ഹോണ്. അത്യാവശ്യം ലോ പെർഫോമിങ് ഹോൺസ് തന്നെയാണ് വണ്ടി അതിരിക്കുന്നത്. പുതിയ ഹോൺസ് എയർ ഹോണോ എന്തെങ്കിലും കയറി പിടിപ്പിക്കണമായിരിക്കും നല്ലത്. ഓക്കെ, ഫിഫ്ത്ത് ഗിയർ. ദിസ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് കണ്ടീഷനാണ്. വണ്ടിയുടെ മാക്സിമം ഗിയറിലാണ്. ഈ പറഞ്ഞ വെയിറ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ വണ്ടിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയണമെന്നില്ല. ഓക്കെ, ക്ലച്ച് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 30 km എത്തിയാൽ പിന്നെ ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായല്ലേ? ഫിഫ്ത്ത് ഗിയറിലും ഈ വണ്ടി നിർത്തി എടുത്തുനിന്ന് പ്ലെയിൻ റോഡിൽ എടുത്തുകൊണ്ട് പോവാം. തേർഡ് ഗിയറിലാണെങ്കിൽ ചെറിയ സ്ലാൻഡിങ്ങിൽ എടുത്തുകൊണ്ട് പോവാം. സെക്കൻഡ് ഗിയറിലാണെങ്കിൽ എവിടെ നിന്ന് വേണം നിർത്തി എടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചെന്ന എക്സ്പെരിമെൻറ്റിനെ തന്നെ ഒന്നുകൂടി ഒന്ന് ഡിഫിക്കൽറ്റി ആക്കി എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഞാൻ ലോ ആൻഡ് ടോർക്ക് വിത്തൗട്ട് ആക്സിലേറ്റർ കാണിച്ചല്ലോ. സെക്കൻഡ് ഗിയറിൽ നിന്ന് നമുക്കൊന്ന് സെക്കൻഡ് ഗിയറിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ വണ്ടി എടുത്തത് സെക്കൻഡ് ഗിയറിൽ നിന്നാണ്, വിത്തൗട്ട് ആക്സിലറേഷൻ. ഫസ്റ്റ് ഗിയർ അല്ല, സെക്കൻഡ് ഗിയർ. ഞാൻ ഒന്നുകൂടെ ഒന്ന് അപ്സ്കെയിൽ ചെയ്യാം. തേർഡ് ഗിയർ. ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ ഞാൻ ഒരിക്കലും കാണിക്കില്ല, കാരണം അത് ഇസ് ക്ലോസ് ടു ഇമ്പോസിബിൾ ആണ് ഫോർ എവരി ബൈക്ക്. അതിലെ പിന്നെ വല്ല ഇൻലൈൻ ഫോറോ വല്ല വേണ്ടി വരുമായിരിക്കും. ഇനി തേർഡ് ഗിയറിൽ നിന്ന് ഈസായിട്ട് ക്ലച്ച് നമ്മൾ അങ്ങനെ ഒറ്റയെടുക്കലെടുത്താൽ ഒരിക്കലും വണ്ടി എടുക്കില്ല. ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിലാണ് എടുക്കുന്നത്. വിത്തൗട്ട് എൻ്റെ ഒരു കൈ ഫ്രീ ആണ്, ആക്സിലേറ്റർ കൈ ഫ്രീ ആണ്. തേർഡ് ഗിയറിലും 180+ kgs ഓൺ ബോർഡ്. മറക്കരുത്, കാരണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ എൻജിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ എൻജിൻ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ടും ഈ വണ്ടി 40 km ഓൺ ഹൈവേസും തരുന്നുണ്ട്, 36 ഓൺ ആവറേജ് യൂസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഏതൊരു ന്യൂജൻ പയ്യൻ ഓടിക്കുന്ന രീതിയിൽ എത്ര സൂക്കേട് പിടിച്ച് ഓടിച്ചാലും ഈ വണ്ടി ആവറേജ് 35, 36 ഇല്ല 37 കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓടോയിൽ ട്രിപ്പ് 768 km 36 ഇപ്പോൾ നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ട്. എല്ലാ ടൈപ്പ് റൈഡിങ് കൂടെ യൂസ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഇനി വണ്ടിയുടെ 0 to 100 ഒന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ ഡ്രാഗ് റേസസ് എല്ലാം നോക്കിയാൽ N250 F250 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രാഗ് മാത്രമല്ല കാര്യം, അതും കൂടെ പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ്, ഈ ഒരു എൻജിൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിനേക്കാളും CC കുറഞ്ഞൊരു വണ്ടിക്കകത്ത് കിട്ടുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു എഞ്ചിൻ്റെ വാല്യൂ അതിൻ്റെ ഡ്രാഗിലോ ഇല്ല ഹൈ റബ്ബിങ്ങിലോ അല്ല, 9000 മാത്രം RPM കയറുന്നൊരു എഞ്ചിനാണ്. ഡെയിലി കമ്മ്യൂട്ടറിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ്ലി മെയ്ഡ് ചെയ്ത വണ്ടിയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലോ ആൻഡ് ടോർക്ക് പെർഫോമൻസ് കാരണം നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് അധികം വേണ്ട. ടൗണിൽ കൂടെയോ സിറ്റീസിലോ ഇല്ല സിഗ്നൽസിലൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴോ
ഹൈ ട്രാഫിക് ഡെൻസിറ്റി കൂടിയ സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ട്രാൻസ്മിഷൻസ് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ഒഴിവാക്കലാണ് ഈ വണ്ടിയുടെ ലോ ആൻഡ് ടോർക്കിലൂടെ ഈ വണ്ടി ഈ ഒരു കമ്പനി മാനുഫാക്ചേഴ്സ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പൾസർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, അഗ്രസീവായിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഓക്കെ 250cc കുറച്ച് അണ്ടർ പവേർഡാണ്. പക്ഷേ 250cc വിത്ത് ഹൈ ലോ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്കോടെ ഇറക്കിയ ഈ ഒരു വണ്ടി ഡെഫിനറ്റ്ലി ഒരു മെയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ എൻജിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ എൻജിൻ്റെ ഒരു സവിശേഷത. പിന്നെ രണ്ടാമത് നമുക്ക് അതിൻ്റെ ലുക്കിലേക്ക് തന്നെ പോകാം. ഞാൻ പറഞ്ഞില്ല, വൺ ഓഫ് ദി റെയറസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് നമുക്ക് N250 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ട്വിൻ ബ്രദർ പോലത്തെ ഒരു ബൈക്കാണ്. ഇതിന് ഫ്രണ്ടിൽ മാസ്ക് ഇല്ലാത്ത, ഫെയറിംഗ് ഇല്ലാത്ത വണ്ടി. ആ ഒരു വണ്ടി അതിൻ്റെ പുതിയ N160 ഇറങ്ങിയിട്ടുണ്ട്, N150 ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടികളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഫേസാണ് അതിനൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെമി ഫെയർഡ് ലുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലുക്ക് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ ഒരു ലുക്ക് തന്നെയാണ് ഈ വണ്ടീനെ യൂണീക്കായിട്ട് നിർത്തുന്നത്. കാരണം ഏതൊരു ആളും ആദ്യം ഇതിൻ്റെ ഫേസ് കാണുമ്പോൾ ആദ്യം തന്നെ ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു റോഡ് പ്രസൻസ് ഈ വണ്ടി തരുന്നുണ്ട്. ഇതിൻ്റെ സൈലൻസറിൽ നിന്ന് ചെറിയൊരു ബാസി സൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സൗണ്ടും ഈ ഒരു ലുക്കും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് വരുന്നൊരു വണ്ടി തന്നെയാണ്, പ്രത്യേകിച്ച് റെയർ ആയതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ലുക്കിന് കൊടുക്കും ഞാൻ എൻ്റെ രണ്ടാമത്തെ പോയിൻ്റ്. കാരണം ലുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്നൊക്കെ ഭയങ്കര ലുക്കാണ് വണ്ടി. അത് നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും, പക്ഷേ പോകെ പോകെ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെടും. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ബ്രേക്സ് വരുന്നത് ഗ്രിമേക്ക കാലിബേഴ്സാണ്. ഫ്രണ്ടിൽ 300 mm, ബാക്കിൽ 230 mm. ഒരു സ്റ്റാൻഡേർഡല്ല, ഇപ്പോഴത്തെ പുതിയ പൾസർ NSലൊക്കെ വരുന്നൊരു ഡിസ്ക് സൈസ് തന്നെയാണ്. ബാക്കിൽ ABS ഇല്ല, ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ABS കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം വെറ്റ് കണ്ടീഷനിലും ഡ്രൈ കണ്ടീഷനിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നമുക്കിതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ABSൻ്റെ കാര്യത്തിലോ അങ്ങനെ ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല പഞ്ചിയറായിട്ടുള്ള ബ്രേക്കിംഗ് തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം വണ്ടിക്ക് ലോഡ് വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളബിളായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വലിപ്പം. വണ്ടി അത്യാവശ്യം ബിഗ്ഗാണ് കമ്പാരിറ്റീവ്ലി. അതായത് ഹൈറ്റ് വൈസ് അല്ല, ലെങ്ത്ത് വൈസ്. ഒരു NS 200 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ലെങ്ത്ത് അത്ര ഉണ്ടാകത്തില്ല. ഹൈറ്റ് ഈ വണ്ടിനേക്കാളും ഇതിൻ്റെ ടാങ്ക് സൈസിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിന് കുറച്ചും കൂടെ വീൽ ബേസ് കുറച്ച് കൂടിയൊരു ഫീലാണ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത്. ആ കുറച്ചും കൂടെ ലീൻ ചെയ്തിരിക്കണം. NSലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്നെ സംബന്ധിച്ച്, ബാക്കിയുള്ളവരെ സംബന്ധിച്ചില്ല, എന്നെ സംബന്ധിച്ച് കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ലീൻ ചെയ്തിരിക്കണം, കുറച്ച്. അപ്പോൾ ആ ഒരു ലീനിങ് വരുന്നുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ വണ്ടി കുറച്ച് ബിഗ്ഗാണ്. ഒരു 5 ഫൂട്ടൊക്കെ ഉള്ള ഒരാൾക്കാർക്ക് സംബന്ധിച്ച്, അതായത് എന്നെ പോലെയൊക്കെ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ലീനായിട്ടിരിക്കണം. പക്ഷേ വണ്ടി ഓടിക്കുന്ന പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. വണ്ടിക്ക് വെയിറ്റും ഒരു 164 കിലോ ഒക്കെ തന്നെ വണ്ടിയുടെ വെയിറ്റും വരുന്നുള്ളൂ. അപ്പോൾ വണ്ടി എടുത്ത് വെക്കാനും ഇരിക്കാനും ഒന്നും വലിയ ഇഷ്യൂ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് പറഞ്ഞത്. ഇതിപ്പോൾ ചെറിയൊരു സ്ലോപ്പിലാണ്. എനിക്ക് ഈ സൈഡ് ഫ്ലാറ്റ് ഫൂട്ടല്ല, ഒരു ഏകദേശം ഒരു ഇച്ചിരി ഹൈറ്റ് തന്നെയാണ് എനിക്ക് ഇരിക്കാൻ പറ്റുക. ഈ ഒരു സിറ്റിംഗ് കംഫോർട്ട് എന്ന് പറയുന്നതും ഈ ഒരു ലെവലിലേക്ക് വരും, മനസ്സിലായില്ലേ? ഇതാണ് വണ്ടിയുടെ ഒരു ഇരുത്തം. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ലീനല്ല. ബാക്ക് ഫുട് പെഡലിൻ്റെ പൊസിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇരിക്കുന്നതിന് നേരെ താഴെ എന്നല്ല, കുറച്ച് ഫ്രണ്ടിലേക്ക് തന്നെ കയറിയിട്ടാണ്. നമുക്ക് ഇരിക്കുന്നതിന് നേരെ താഴെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ആയിട്ട് വരും. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടാണ്. ബാക്കിലിരിക്കുന്ന ആൾക്ക് ഇരുന്നാൽ പോലും ഫൂട്ടുകൾ തമ്മിലൊരു ടച്ചിങ് വരുന്നില്ല. പിന്നെ നമുക്കിതിൻ്റെ റിയർ വ്യൂ മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ്കിൽ ഫിക്സഡ് ആയിട്ടുള്ളതാണ്. നമുക്കിത് മടക്കാനോ മറ്റേ നമ്മുടെ 220 പറയുന്ന പോലെ റാബിറ്റ് ഇയേഴ്സ് ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫിക്സഡ് ആണ് ഈ ഒരു റിയർ വ്യൂ മിറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ബാക്കിലേക്ക്. പിന്നെ ഈ ഒരു റിയർ വ്യൂ മിറർ മാസ്കിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ
വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാണ് ത്രോട്ടിൽ. വണ്ടിയുടെ കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇരിക്കും. ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ കോക്പിറ്റ് വ്യൂ. ഡിജിറ്റൽ പ്ലസ് അനലോഗ് രണ്ടും വരുന്നുണ്ട്. അനലോഗ് നമുക്ക് ആ ഒരു റബ്ബ് കയറുന്ന ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ ഈ അനലോഗ് മാറ്റി ഫുള്ളി ഡിജിറ്റൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് കാണാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ പുതിയ ഡിജിറ്റലിനേക്കാളും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ മെയിനായിട്ടും ഇത്ര തന്നെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വണ്ടിയുടെ ബാക്കി ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റ് ഏതൊരു വണ്ടീനെ സംബന്ധിച്ച് അതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് അത്ര നോട്ടീസബിളായിട്ടെന്ന് പറയാൻ വണ്ടിയുടെ പിന്നെ വരുന്ന ഏറ്റവും നോട്ടീസബിളായിട്ടുള്ളൊരു കാര്യം വണ്ടിയുടെ പ്രൈസ് സെഗ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് പൈസയുടെ കാര്യത്തിലേക്ക് വരാം. ഈ വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് ഒരു 1.5 ലാക്കാണ് ഷോറൂം പ്രൈസ് വരുന്നത് പറഞ്ഞാൽ. അത് നമുക്ക് ഓൺ റോഡ് ആകുമ്പോഴത്തേനും എനിക്കിവിടെ എടപ്പാൾ KVR ബജാജിൽ നിന്ന് 192 സംതിങ്ങിനാണ്. അത് വിത്ത് ഓഫർ ഒരു 175 180 ആ റേഞ്ചിലാണ്. കാരണം ഇത് 2022 മോഡലായിരുന്നു, ഞാൻ എടുത്തത് 2023 അപ്പോൾ ആ ഒരു 1 ഇയർ ബാക്കിൻ്റെ ആ ഒരു പ്രൈസ് കട്ട് കാരണമുണ്ട് ഒരു 1.75 1.8 ആ റേഞ്ചിലാണ് എനിക്കൊരു വണ്ടി കൈ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 250cc ബൈക്ക് സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ചീപ്പസ്റ്റ് ബൈക്ക്. ബട്ട് പാർട്സ് ഒന്നും ചീപ്പല്ല, അത് ഞാൻ അഷ്യൂർ ചെയ്യാം. കാരണം കാര്യം ശരിയാണ്, ഈ ഒരു ബോഡി എൻറ്റയർലി കൺസിസ്റ്റ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, ടാങ്ക് മെറ്റലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർ ടാങ്ക് മെറ്റൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിജിഡ് ഫ്രെയിം തന്നെയാണ്. ഇതുവരെ എനിക്ക് വലിയ വൈബ്രേഷൻസ് അധികം കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. കാരണം ഫേഡ് വണ്ടിക്ക് അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും. ആ ഒരു വൈബ്രേഷൻ തന്നെ ഇതിനകത്തുള്ളൂ. അങ്ങനെ കാര്യപ്പെട്ട രീതിയിൽ നമുക്ക് അത്ര ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു 1.75 ലാക്കിന് വണ്ടി പുറത്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്, ഈ ഒരു നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം 1.75 ലാക്കിന് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചത് എഞ്ചിൻ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. വേറെ വണ്ടികളിൽ മൈലേജ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. പിന്നെ റോഡ് പ്രസൻസ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരു 390 ഡ്യൂക്കിലിരിക്കണക്കാരും കൂടെ റോഡ് പ്രസൻസ് എനിക്ക് തോന്നി. ഇപ്പോൾ ആ 390 ഡ്യൂക്കിലിരിക്കണമാർ പോലും നോക്കിപ്പോയി ഈ വണ്ടി ഏതാണ്, കാരണം അറിയത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ച് പാർട്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ N250 N160 ഈ രണ്ട് വണ്ടികളും നിരത്തുകളിൽ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു വണ്ടികളിലിരിക്കുന്ന സെയിം പാർട്സ് തന്നെയാണ് ഈ ഒരു 250-കകത്തും വരുന്നതുകൊണ്ട് നമുക്ക് പാർട്സിൻ്റെ കാര്യത്തിലും യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വണ്ടിയുടെ ഈ ഒരു ഫെയറിങ്ങിന് മാത്രം എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ മാത്രം നോക്കിയാൽ മതി. അതും പക്ഷേ മാനേജബിൾ ആണ്. കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് ബജാജിൻ്റെ ഷോറൂംസ്. അവിടെ നിന്നെല്ലാം ഈ ഒരു വണ്ടി അങ്ങനെ നിന്ന് പോയിട്ടുള്ള വണ്ടികളല്ല, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2024 വെർഷൻ വിത്ത് ന്യൂ ഗ്രാഫിക്സ് ഇറങ്ങിയിട്ടുണ്ട്, ഡുവൽ ചാനൽ ABS ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി നോക്കുമ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. അതില്ല ഇനി N250 സിമിലർ എൻജിൻ സ്പെക്സ് ആണ് വരുന്നത്, അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഇനി എനിക്ക് ഏകദേശം ഇതിൻ്റെ പ്രോസിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു തീർന്നു എന്നാണ് എനിക്കൊരു വിശ്വാസം. ഞാൻ ഇനി മെല്ലെ നൈസായിട്ട് ഇതിൻ്റെ കോൺസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇതിൽ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇതിൻ്റെ സർവീസിൻ്റെ ചാർജും കൂടെ ഞാൻ ജസ്റ്റ് പറയാമല്ലോ. എനിക്ക് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ്. മറ്റേ ഇതില്ലായിരുന്നു, ഇത് ലേബർ കോസ്റ്റ് ഫ്രീ ആയിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീനെ പോലെ തന്നെ ഏതാണ്ട് 1000-1200 ആ ഒരു റേഞ്ചിലാണ് എനിക്കിതിൻ്റെ കംപ്ലീറ്റ് സർവീസ് ചാർജസ് വന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വിത്ത് മറ്റേ ലേബർ കോസ്റ്റ് വന്നപ്പോഴത്തേനും ഒരു 2000 താഴെ തന്നെയാണ് എനിക്കിതിൻ്റെ സർവീസ് ചാർജസ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ കോൺസിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഗൈസ്, ഇതിൻ്റെ കോൺസ് എന്ന് പറയുന്നതിലുപരി ഞാൻ ഫേസ് ചെയ്തിട്ട് ഈ വണ്ടിയിൽ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൽ, എനിക്ക് കിട്ടിയ യൂണിറ്റിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എൻ്റെ 1-2 സർവീസ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ തന്നെ ഇതിൻ്റെ എൻജിൻ കോണല്ല ഞാൻ പറയുന്നത്. എൻജിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെയാണ്, പക്ഷെ നമുക്ക് 250cc ഒരു ഹൈ എൻഡ് പെർഫോമൻസ് വിചാരിച്ച ഒരിക്കലും നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങരുത്. കാരണം ആ ഒരു എന്താ പറയുക, ഡ്യൂക്ക് 250 പോലത്തെ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പ്ലോസീവ്നെസ് നിങ്ങൾ ഈ വണ്ടി നോക്കിയാൽ കിട്ടത്തില്ല. പക്ഷേ ഒരു NS 200-ൻ്റെ ആ ഒരു എക്സ്പ്ലോസീവ് ഫീൽ എന്തായാലും ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 250 എക്സ്ട്രീംലി തിങ്ക് ചെയ്യേണ്ട, ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി നോക്കാം. പിന്നെ ഈ ഒരു വണ്ടി വാങ്ങിയ സമയത്ത് എനിക്ക് ഇതിൻ്റെ ത്രോട്ടിൽ പോസ്റ്റ് സെൻസറിന് ചെറിയൊരു മാൽ ഫങ്ഷനിങ് ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഭയങ്കര മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മിസ്സിങ് വെച്ചിട്ട് ഞാൻ 1-2 തവണ സർവീസ് സെൻറ്ററിൽ 1-2 തവണ കൂടുതൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയ സമയത്തൊക്കെ അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്താ ഇതിൻ്റെ ഇഷ്യൂസ് എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു
ചെറിയൊരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തു. ഏതാണ്ട് 9000 കിലോമീറ്റേഴ്സിന് എടുത്ത് ആവാറായപ്പോൾ, അല്ല 7 to 9000 കിലോമീറ്റേഴ്സിന് എടുത്ത് ആവാറായപ്പോഴാണ് അവർ ആ പ്രശ്നം കണ്ടുപിടിച്ച് അവർ ആ സെൻസർ മാറ്റി റെഡിയാക്കി തന്നത്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടിക്ക് മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. മറ്റേത് വണ്ടി ഭയങ്കര മിസ്സിങ് ആയിരുന്നു. വണ്ടി ഞങ്ങൾ ലോങ് സ്ട്രെച്ചിലൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടുന്ന്, അതായത് എടപ്പാളിൽ നിന്ന് എറണാകുളം വരെ ഒരു ഏകദേശം ഒരു 180-200 കിലോമീറ്റേഴ്സ് ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അത്രയും കിലോമീറ്റേഴ്സിലൊരു 6 to 10 ടൈംസ് ഈ വണ്ടി മിസ്സിങ് കാണിച്ചു. മിസ്സിങ് കാണിക്കുമെന്ന് പറഞ്ഞാൽ വണ്ടി ത്രോട്ടിൽ റെസ്പോണ്ട് ചെയ്യാതെ വണ്ടി നിൽക്കുകയാണ്. വണ്ടി പിന്നെ ആക്സിലറേറ്റ് ആവുന്നില്ല, 1000 RPM മുകളിലേക്ക് കയറുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നായിരുന്നു ഈ വണ്ടിയിൽ. നമ്പർ 1 കോൺ എന്ന് പറയുന്നത് എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വണ്ടി മേടിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയ ഒരു കാര്യം അത് തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ അവർ സോൾവ് ചെയ്ത് തന്നതിന് ശേഷം നോ ഇഷ്യൂസ് ടിൽ നൗ, എൻജിൻ വർക്കിംഗ് പെർഫെക്റ്റ്ലി. ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ അത് എനിക്ക് കിട്ടിയ ഒരു യൂണിറ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ ഇഷ്യൂസ് കോമൺ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഞാൻ അറിയിച്ചെന്നുള്ളൂ. ഇനി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെന്നെങ്കിൽ അത് തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കോണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കോൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ സർവീസിൽ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോണാണ്. ഹോൺ നമ്മുടെ ഒതൻറ്റിക്കായിട്ടുള്ള നമ്മുടെ പൾസറിൻ്റെ ട്വിൻ ഹോൺസ് അല്ല ഇതിനകത്ത് വരുന്നത്. ഈ ഒരൊറ്റ യൂണിറ്റ് അതിനകത്തുള്ളൂ ഹോൺ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു യൂണിറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോ ആണ് കമ്പാരിറ്റീവ്ലി. നമ്മളൊരു 220 ഇല്ല ഒരു 180 ഒക്കെ പവർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹോണിൻ്റെ സൗണ്ട് കുറവാണ്. ഇത് എനിക്ക് കിട്ടിയ യൂണിറ്റിന് സൗണ്ട് നല്ല കുറവായിരുന്നു. 1-2 വട്ടം ഹോൺ അടിച്ചു പോയി. എന്നിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഹോൺ പുതിയത് ഒരെണ്ണം വെച്ചു. ഇപ്പോഴും ഇതിന് ചെറിയ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ആ ഒരു സൗണ്ടിന് എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് എടുത്തു പറയത്തക്ക ഉള്ള രണ്ടാമത്തെ ഒരു കോണ് എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ കോണ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടി ഇപ്പോൾ ഏതാണ്ട് 20,000 കിലോമീറ്ററിന് ക്ലോസ് ടു ഓടിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ടയർ നോക്കിയാൽ കാണാം, കണ്ട, ഇത് ടയറിൻ്റെ കുഴപ്പമല്ല. സിയറ്റിൻ്റെ സൂം ടയേഴ്സ് റേഡിയൽ സ്ട്രിങ്സ് വരുന്ന ടയറാണ് ഇട്ടേക്കണേ, റേഡിയൽ ടയേഴ്സാണ് ഇട്ടേക്കണേ. ഈ ഒരു വണ്ടി ഏതാണ്ട് 19,000 കിലോമീറ്റർ ഓടിയിൽ ഇത് രണ്ടാമത്തെ ടയറാണ്. ഓക്കെ, കമ്പനി MRF സാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടയർ ഓൾമോസ്റ്റ് വോൺ ഔട്ടായി. വോൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വോൺ ഔട്ടായി. അത് എത്രാമത്തെ കിലോമീറ്റർ? 7,000 to 7,500 കിലോമീറ്റർ ഓടിയപ്പോഴത്തേനും ബാക്ക് ടയർ കംപ്ലീറ്റ്ലി വോൺ ഔട്ടായി. അത് ചിലപ്പോൾ CC കൂടിയ വണ്ടിയുടെ പ്രശ്നമാണോ ഇല്ലേ, എൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞാൻ എയർ പ്രഷർ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യില്ലായിരുന്നു. ഒരു എന്താ പറയുക 1-1.5 മാസം കൂടുമ്പോഴൊക്കെ തന്നെയായിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. വണ്ടീനെ ഞാൻ കുറ്റം പറയുന്നില്ല, നമ്മുടെ ഒരു അശ്രദ്ധയായിട്ട് കൂട്ടാം. ഓക്കെ, അത് ടയർ ഇപ്പോൾ രണ്ടാമത്തെ ടയറാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് തീരാറായി. ഇനിയിപ്പോൾ മൂന്നാമത്തെ ടയർ ഞാൻ ഇനി ഉടനെ വാങ്ങിയിടും എന്തായാലും ഇതിനകത്തേക്ക്. അപ്പോൾ അതെനിക്കൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. വണ്ടിയുടെ ഒരു എക്സ്പെൻസ് ടോട്ടൽ നോർമൽ എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ അതെനിക്ക് വരുന്ന ഒരു എക്സ്ട്രാ എക്സ്പെൻസ് തന്നെയാണ്. 2 വട്ടം ഈ 20,000 കിലോമീറ്റർ ഒരു കൊല്ലത്തിനിടയ്ക്ക് 2 വട്ടം ബാക്ക് ടയർ മാറ്റി, 1 വട്ടം ഫ്രണ്ട് ടയർ മാറ്റിയിട്ടുണ്ട്. അതും മെൻഷൻ ചെയ്യാതിരിക്കാൻ വയ്യ. ഫ്രണ്ട് ടയറിൽ കാറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു. എന്നിട്ടും 13,000 എങ്ങാണ്ടായപ്പോൾ ഫ്രണ്ട് ടയറിൽ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു നിലവിൽ ഇതിൻ്റെ കണ്ടീഷനിൽ ചെയിൻ കണ്ടോ, ചെയിൻ സ്ലാക്നെസ് ഇറ്റ്സ് ടു മച്ച്. എന്താ പറയുക, ഇത് ചെയിൻ ചെക്ക് ചെയ്യാത്തതല്ല, ചെയിന് 500 കിലോമീറ്ററിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ചെയിന് സത്യം പറഞ്ഞാൽ ആക്ച്വലി 20,000 കിലോമീറ്ററിൽ മാറ്റണം. ഇതിപ്പോൾ ക്ലോസ് ടു 20,000 ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഉടനെ തന്നെ മാറ്റും. അതിപ്പോൾ നിലവിൽ 1 കൊല്ലം ഓടിയപ്പോഴത്തേനും ചെയിൻ്റെ സ്ലാക്നെസ്സിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറയാനുള്ളത് ഈ ഒരു ബാക്കിലത്തെ ഒരു ഗ്രാബ് റെയിലുണ്ട്. ഈ സാധനം ഭയങ്കര പോയിൻ്റാണ്. ഈ ഒരു ഡിസൈനെ അവർ ആസ്പദമാക്കി ഇറക്കിയതായിരിക്കും ഒരു പക്ഷേ. ആ ഒരു യൂണീക്നെസ്, ആ ഒരു യൂണിഫോമാലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷേ ഈ ഒരു പോയിൻ്റ് നമ്മൾ കാലിങ്ങനെ കയറ്റി വരുമ്പോൾ ഇത് കണ്ട ഈ ഒരു തട്ടൽ വരുന്നുണ്ട് ഇവിടെ. കാലിങ്ങനെ എങ്ങാനും ചേർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ ഇരിക്കും. ഇതെനിക്ക് 1-2 തവണ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇത് മാറ്റുന്നുണ്ട്. ഈ ഒരു ബാക്കിലത്തെ ഗ്രാബ് റെയിൽ എന്തായാലും മാറ്റും, ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ അങ്ങനെ വണ്ടിക്ക് മാറ്റാൻ പറയത്തക്ക ഒന്നും തന്നെയില്ല. വണ്ടിയുടെ ലൈറ്റ്സ് അത്യാവശ്യം പവർഫുൾ തന്നെയാണ്. നമ്മൾ മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ പവർ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളായിട്ട് ഇതിനകത്ത് ഇരുന്ന് വയ്ക്കുമ്പോൾ നമുക്കത്ര ഇത് തോന്നില്ലായിരിക്കും. പക്ഷേ മറ്റു വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട് ലൈറ്റ് വരുന്നുണ്ട്. ഹൈ ബീംസ് അത്ര കിടിലല്ല ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ലോ ബീംസ് പെർഫെക്റ്റ്. കോർണറിങ്സിൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ സെമി ഫൈഡ് ബൈക്കാണ്.
ഹെഡ്ലൈറ്റ് ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ കോർണറിങ്ങിൽ ചെറിയ ചെറിയ ലൈറ്റിൻ്റെ വിസിബിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. അതെല്ലാ ഫെയർഡ് ബൈക്കിൻ്റെ ആ ഒരു സെയിം പ്രോബ്ലം തന്നെയായിരുന്നു ഈ വണ്ടിക്കും. അത് ഫെയർഡ് വണ്ടി വാങ്ങുന്നവർ അതും എക്സ്പെക്ട് ചെയ്ത് തന്നെ വാങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് പോരായ്മ വിയർ ആൻഡ് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ടാങ്കിൻ്റെ മുകളിൽ ഹെൽമെറ്റൊക്കെ വെച്ച് ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. 1-2 നട്ടും ബോൾട്ടൊക്കെ ഇപ്പോഴേ ചെറുതായിട്ട് തുരുമ്പൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ നോട്ടീസബിൾ ആയിട്ടുള്ള രീതിയിലില്ല. ഈ ഒരു നട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. പിന്നെ 2 വട്ടം വണ്ടി ചെരിഞ്ഞിട്ടുണ്ട് കയ്യിൽ നിന്ന്. ഒക്കെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മൾ എൻറ്റയർലി ബൈക്കിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. വേറെ അങ്ങനെ ഇഷ്യൂസ് എന്ന് പറയാൻ തന്നെ ഒന്നും തന്നെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടില്ല ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത് അടിവരയിട്ട് പറയാം. എനിക്ക് വേറെ എക്സ്ട്രാ എക്സ്പെൻസ് ഇതുവരെ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. 2 വട്ടം ടയർ മാറ്റി, അത് ഇച്ചിരി എക്സ്പെൻസ് ആയിരുന്നു. പിന്നെ ചെയിനിന് ഇപ്പോൾ മാറ്റണം ഉടനെ തന്നെ. വണ്ടിയുടെ 5th സർവീസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ വണ്ടി കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു വണ്ടീനെ പറ്റി പറയാനായിട്ട്. ഈ ഒരു വണ്ടി ആക്ച്വലി കൺസിഡേഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പൊസിഷൻ ഇൻ മൈ ലൈഫ്. ബിക്കോസ് ഈ ഒരു വണ്ടി ഫുള്ള് വാങ്ങിയത് എൻ്റെ പൈസയ്ക്ക് തന്നെയാണ്. ഞാൻ ഒരു കൊല്ലം വർക്ക് ചെയ്ത് ആ കിട്ടിയ പൈസ മൊത്തം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തന്നെയാണ് ഞാൻ ഈ ഒരു ബൈക്ക് വാങ്ങിയത്. അതുകൊണ്ട് ഐ എം പ്രൗഡ് ടു ബി ഇറ്റ്സ് ഓണർ. ഈ ഒരു വണ്ടി എനിക്ക് സ്വന്തമായതിൽ എനിക്ക് റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഈ ഒരു വണ്ടി എൻ്റെ കയ്യിലിരിക്കണം. കാരണം ഏതൊരാളുടെയും മനസ്സിലുള്ള പോലെ എൻ്റെ മനസ്സിലും അത്യാവശ്യം നല്ലൊരു ബൈക്ക് തന്നെയായിരുന്നു ഉദ്ദേശം. അതായത് ഒരു RC390 ഇല്ലെങ്കിൽ RTR 310. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന RR 310 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് RTR 310. അപ്പോൾ ആ ഒരു വണ്ടിയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വണ്ടി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ ഒരു വണ്ടി ഭയങ്കര ലൈഫ് സേവറാണ്. 1-2 എക്സാംസിനൊക്കെ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 144 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്ക് കൊണ്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആണ്, സ്ട്രെയിൻ ഫ്രീ ആണ്, റിലാക്സിങ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടെയാണ്. നോ ടെൻഷൻ. അതായത് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മളൊരു ബൈക്കിൽ ഗിയർ മാറണമല്ലോ, മറ്റേത് ചെയ്യണമല്ലോ, മറിച്ച് ചെയ്യണമല്ലോ, ആ ഒരു ബിഗിനർ ഫ്രണ്ട്ലി, എക്സാക്ട്ലി എ ബിഗിനർ ഫ്രണ്ട്ലി 250cc ബൈക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി വേണമെങ്കിൽ നോക്കി നോക്കാം. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ നമുക്ക് നൈസായിട്ട് വീഡിയോ ഒന്ന് എക്സോസ്റ്റ് നോട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കേൾക്കും. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. So that's it guys, that's it for today's video. അപ്പോൾ ഇത്ര ആൾ ഉദ്ദേശിച്ചത് നമ്മുടെ വണ്ടീനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ടൈം റിവ്യൂ ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? വണ്ടിക്ക് ആ തുടക്കത്തിൽ ആ ഒരു മിസ്സിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി മിസ്സിങ് ഇഷ്യൂ കാണിച്ചപ്പോൾ ആ ഒരു മിസ്സിങ് ഇഷ്യൂ വച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി മൊത്തം ഇപ്പോൾ ഈ വണ്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു പെർഫെക്റ്റ് ആണ്. ഈ പറഞ്ഞ ടയർ ചെയിൻ്റെ ആ ഒരു സ്ലാക്നെസ്, ഈ രണ്ടും എല്ലാ വണ്ടികളിലും വരുന്ന ഒരു കോമൺ റീസണായ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വണ്ടിയുടെ ഒരു ലോങ് ടേം റിവ്യൂ എന്ന രീതിയിൽ ഞാൻ പറയാൻ വേണ്ടി വന്നത്. 1 year 20,000 kilometers നോട്ട് സോ ബാഡ്. 5 years ആകുമ്പോഴത്തേന് 1 കൊല്ലം അടിക്കണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. തീർച്ചയായിട്ടും താങ്ക്സ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വണ്ടി വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ബഡ്ജറ്റ് ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്യൂക്ക് 250 ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 390 310 അങ്ങനെ ഏതെങ്കിലും ഹയർ CC എൻജിൻസ് നോക്കാവുന്നതാണ്. 250cc കമ്മ്യൂട്ടർ, ഡെയിലി കമ്മ്യൂട്ടർ, നമുക്ക് ഡേ ടു ഡേ ലൈഫിന് ഏറ്റവും അനുയോജ്യമായ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതൊരു ബൈക്ക് ചാനലല്ല, ജസ്റ്റ് ഒരു ഇതുപോലത്തെ പക്ഷേ ഒരു ടെക്ക് എവറിത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഈ ഒരു ചാനലിനകത്ത് വരും. ഒരു പെർഫെക്റ്റ്ലി ഓൾ റൗണ്ട് വ്ളോഗറാണ്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ കിണിങ്ങിണിങ്ങി ആക്കി വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ഞാൻ എന്തെങ്കിലുമൊക്കെ പരിചയപ്പെടുത്താം. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ്. എനിക്കൊരു XMS ഗെയിമേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ചാനലുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഗെയിം സെറ്റപ്പ് വാക്ക് ത്രൂ ചെയ്യുന്നുണ്ട്. എൻ്റെ കംപ്ലീറ്റ് ടെക് വാക്ക് ത്രൂ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 വീഡിയോസും
ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ബെല്ലൈക്കണും കിണിക്കിണി ചെയ്ത് നിർത്തി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് വീട്ടിൽ പോട്ടെ, ബൈ ബൈ. ഊരിയിട്ട് ഓടിക്കായിരുന്നു, കുഴപ്പമില്ല, നിർത്തിക്കോ.